Good evening, students. Welcome to Entri. Management exams prepare Entri Entry entrance exam live video class reading comprehension for MBA exams എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. Okay, so once again, good evening all, welcome all. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. MBA എൻട്രൻസ് എക്സാം അതിപ്പോൾ കാറ്റ് ആയിക്കോട്ടെ, CMAT ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാറ്റ് എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും KMAT ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനും തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ദിസ് ഇസ് എ വെരി കോമൺ പാർട്ട് ഇൻ യുവർ MBA എൻട്രൻസ് എക്സാമിനേഷൻസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും, പ്രത്യേകിച്ച് കാറ്റൊക്കെ ആണെങ്കിൽ ഔട്ട് ഓഫ് 30 ഒരു 10ഓളം ചോദ്യം വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് തന്നെയാണ്. ദർ വിൽ ബി 2 പാസേജസ്. ഒന്നിൽ നിന്നൊരു 7-8 ചോദ്യങ്ങൾ വരെ വരാം. മറ്റൊരു പാസേജിൽ നിന്ന് ഏതാണ്ട് ഒരു 5-6 ക്വസ്റ്റ്യൻസ് വരെ വരും. ആ രീതിയിൽ അറൗണ്ട് ഒരു 35-ൽ 14 ക്വസ്റ്റ്യൻസ് വരെ, അറൗണ്ട് ഒരു പകുതിയോളം ചോദ്യങ്ങൾ RC പാസേജിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതുകൂടാതെ പിന്നെ ജംബിൾഡ് പാരഗ്രാഫ് പോലുള്ള ചോദ്യങ്ങളുമാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. സോ RC ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. RC പാസേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. പലർക്കും പേടിയുള്ള ഒരു സെക്ഷൻ കൂടിയാണ്. ഈവൻ ദോ RC എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ലെവൽ മുതൽ ചെയ്യുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും പലർക്കും റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ടെൻഷൻസ് ഉള്ള ആൾക്കാരാണ് പല വിദ്യാർത്ഥികളും. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു ഡു. അതിന് മുൻപായിട്ട് എൻട്രിയുടെ കാറ്റ് ഗോൾഡ് ബാച്ചിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങൾക്ക് വിത്ത് മെൻറ്റർഷിപ്പ് അസിസ്റ്റൻസോട് കൂടി തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് സൂമിൽ ഉണ്ടാകും. അതുകൂടാതെ തന്നെ റെക്കോർഡഡ് ലെക്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റിയൽ ടൈം ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് മെൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫാക്കൽറ്റീസിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ അതിൻ്റെ ഭാഗമാണ്. മോക്ക് ടെസ്റ്റിന് കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷനും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അത്തരത്തിൽ നിങ്ങൾക്കൊരു എൻട്രിയുടെ കാറ്റ് ഗോൾഡ് ബാച്ചിലേക്ക് ചേരണം ഉണ്ടെങ്കിൽ, അതിനാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നൗ ലെറ്റ്സ് ബിഗിൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ സാധാരണഗതിയിൽ ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ എസ്സേസ് ദാറ്റ് ആർ ടേക്കൺ ഫ്രം ന്യൂസ് പേപ്പേഴ്സ് ആണ് പൊതുവെ റീഡിംഗ് കോംപ്രിഹെൻഷന് ചോദ്യങ്ങളായിട്ട് വരിക. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു ചോദ്യം പേപ്പർ ക്രിയേറ്റ് ചെയ്യുന്ന ആൾ, എക്സാമിനർ, അതിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതാനോ എസ്സേ പ്രിപ്പയർ ചെയ്യാനോ മെനക്കെടാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ വരുന്ന പാസേജുകൾ എന്ന് പറയുന്നത് കോപ്പി പേസ്റ്റുകളാണ്. അതായത് വിച്ച് ആർ ഡയറക്ട്ലി ടേക്കൺ ഫ്രം ഇനി അതർ സോഴ്സസ്, പർട്ടിക്കുലർലി ഫ്രം ന്യൂസ് പേപ്പേഴ്സ്. ആ ന്യൂസ് പേപ്പേഴ്സിലെ തന്നെ ആ എഡിറ്റോറിയൽ ആർട്ടിക്കിൾസിൽ നിന്നാണ് പൊതുവേ വരിക. അതുകൊണ്ടാണ് എല്ലാ റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെയും ക്ലാസ്സുകളിൽ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നൊരു കാര്യമാണ് ഹിന്ദുവിലെ എഡിറ്റോറിയൽ ആർട്ടിക്കിളുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യണമെന്നുള്ളത്. കാരണം ഹിന്ദു ആണ് ഇംഗ്ലീഷ് ഡെയിലികളിൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള ലാംഗ്വേജും അല്ലെങ്കിൽ കണ്ടൻറ് വൈസും നമ്മൾ പറയാറുള്ള സജസ്റ്റ് ചെയ്യുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് ഹിന്ദുവിലെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ്സോ ഡെക്കാൻ ക്രോണിക്കിളോ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഡെയിലി സ്ഥിരമായിട്ട് വായിക്കുക. കാരണം അത്തരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിളുകളാണ് പൊതുവെ ഇത്തരം RC പാസേജായിട്ട് കൊടുക്കുക. മേ ബി മറ്റ് മാഗസിനുകളിൽ നിന്നൊക്കെ വരുന്ന ആർട്ടിക്കിളുകൾ വരാം. ഈ വരുന്ന ടോപ്പിക്കുകളെ നമുക്ക് കോമൺ ആയിട്ട് ഒരു 3 കാറ്റഗറി ആയിട്ടാണ് തിരിക്കുക. ഒന്ന് ഫിലോസഫിക്കൽ ടോപ്പിക്കുകളാകാം, അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ടോപ്പിക്കുകളാകാം, അതുമല്ലെങ്കിൽ സയൻറ്റിഫിക് ടോപ്പിക്കുകളാകാം. ഈ ഒരു 3 കാറ്റഗറിയിൽ പെടുന്ന പാസേജുകളിൽ നിന്നുള്ള കോംപ്രിഹെൻഷൻസ് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഫിലോസഫിക്കൽ, ഇപ്പോൾ ഹാപ്പിനെസ്സിനെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്യോർ ഫിലോസഫിക്കൽ ഐഡിയാസിനെ സംബന്ധിച്ചുള്ള ആർട്ടിക്കിളാകാം. അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, എക്കണോമിക്സ് റിലേറ്റഡോ അല്ലെങ്കിൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതോ ആർട്സുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പാസേജായിട്ട് വന്നേക്കാം. ഇതുമല്ലെങ്കിൽ പ്യോർ സയൻറ്റിഫിക് ആകാം. സയൻറ്റിഫിക് എന്ന് പറയുമ്പോഴും പേടിക്കേണ്ട ആവശ്യമില്ല. അതൊരിക്കലും ഈ പറയുന്ന ഭയങ്കര സയൻറ്റിഫിക് ടോപ്പിക്കൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു സയൻസ് എക്സ്പേർട്ടിന് മാത്രം വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സയൻസ് ടോപ്പിക് ആയിരിക്കില്ല ചോദിക്കുന്നത്. സയൻറ്റിഫിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള സയൻസ് നോളജ് വെച്ച് പോലും ഒരു വായനക്കാരന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സയൻസ് റിലേറ്റഡ് ടോപ്പിക്കുകളായിരിക്കും എന്നേ ഉള്ളൂ.
ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുക, ഇത് പത്രങ്ങളിൽ വരുന്ന ആർട്ടിക്കിളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനായ പത്രം വായനക്കാരനും മനസ്സിലാകുന്ന ലാംഗ്വേജും അത്തരത്തിലുള്ള സയൻറ്റിഫിക് ടേമുകളും മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ വിഷയം ഏതുമായിക്കോട്ടെ, ഫിലോസഫിക്കലോ ഹ്യൂമാനിറ്റീസ് റിലേറ്റഡോ സയൻറ്റിഫിക്കോ ആയിക്കോട്ടെ, ഒരു ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എബിലിറ്റി മാത്രമേ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്കൊരിക്കലും സബ്ജക്റ്റിൻ്റെ കാഠിന്യം ഒരു പ്രശ്നമായിട്ട് വരാനായിട്ടുള്ള സാധ്യത ഇല്ല. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നേടാൻ അല്ലെങ്കിൽ ലഭിക്കാൻ നിങ്ങൾക്ക് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എബിലിറ്റി മാത്രം മതി, വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി. ഇതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി പ്രിപ്പറേഷൻ ഫോർ RC, നമ്മളൊരു റീഡിംഗ് കോംപ്രിഹെൻഷൻ എടുത്തു കഴിയുമ്പോൾ യു നീഡ് ടു അനലൈസ് ദ പാസേജ് കംപ്ലീറ്റ്ലി. പാസേജ് മുഴുവനും വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിയർ നമുക്കവിടെ ഒഴിവാക്കാനില്ല, സ്കിപ്പ് ചെയ്ത് വായിക്കരുത്. കാരണം അതിൽ ഏത് വരിയിൽ നിന്നാണ് ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു റീഡ് ദ ഹോൾ പാസേജ് കംപ്ലീറ്റ്ലി. പൂർണ്ണമായിട്ടും പാസേജ് വായിച്ച് അത് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക. 2, സമ്മറൈസിങ് ഓർ പാരഫ്രേസിങ് ദ പാസേജ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പാസേജ് വായിക്കുന്നു, ആ പാസേജ് വായിച്ച് തീരുന്നത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു സമ്മറി എന്താണ് എന്ന് ഒന്നില്ലെങ്കിൽ എഴുതുക, അതല്ലെങ്കിൽ മനസ്സിലെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കുക. വാട്ട് വാസ് ദ പാസേജ് അബൌട്ട്? പാസേജ് എന്തിനെ പറ്റിയാണ്? അതിൽ ഓരോ പാരഗ്രാഫും പറയുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ വിഷയങ്ങളെ പറ്റിയാണ് പാരഗ്രാഫുകളിൽ ചർച്ച ചെയ്യുന്നത്? ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് പാസേജിൻ്റെ ഒരു ടോപ്പിക് തീം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. തുടർന്ന് വരുന്ന ഓരോ പാരഗ്രാഫുകളിലും വരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ടോപ്പിക്സ് ഓഫ് ഡിസ്കഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദി ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ ഓതർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ആശയം എന്താണ് ഓതറിൻ്റെ ഒരു കാഴ്ചപ്പാട്? അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേക ആർഗ്യുമെൻ്റ് നടത്തുന്നുണ്ടോ? അദ്ദേഹം വളരെ ഒബ്ജക്റ്റീവായിട്ടാണോ ഇതിനെ അനലൈസ് ചെയ്യുന്നത്? വളരെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണോ പറയുന്നത്? ബയസ്ഡ് ആണോ? ഇതിൽ ഏത് സ്റ്റാൻഡാണ് ഓതർ സ്വീകരിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം യു ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ് ദ ഓതേഴ്സ് ഇൻറ്റൻഷൻ. ഈ ഓതറിൻ്റെ ഇൻറ്റൻഷൻ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വാട്ട് ഡസ് ദ ഓതർ ഇംപ്ലൈ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ വരാം. ഓതർ ഇംപ്ലൈ, അതല്ലെങ്കിൽ ഓതറിൻ്റെ ഇൻറ്റൻഷൻ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ ഓതേഴ്സ് ഇൻറ്റൻഷൻ? വാട്ട് ഇസ് ദ ഓതർ മീൻ ബൈ? വാട്ട് ഇസ് ദ ഓതർ ഇൻറ്റൻറ്റ് ടു കൺവേ? വാട്ട് ഇസ് ദ ഓതർ ഇംപ്ലൈ പോലുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ യു നീഡ് ടു ക്ലിയർലി ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദി ഇൻറ്റൻഷൻ ഓർ വാട്ട് ഈസ് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി ഓതർ. ഓതറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് കൂടാതെ നമ്മൾ ചെയ്യേണ്ടത് CAT അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇത്തരം എക്സാംസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് സോൾവ് ചെയ്യുക. ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഓരോ RC പാസേജുകളും വായിക്കുക. അതിനെ തുടർന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നൗ ഹൗ ടു റീഡ് ആൻ RC പാസേജ്. ഒരു RC പാസേജ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഒരു പാസേജിലെ മെയിൻ ഐഡിയാസ് എന്താണ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫൈൻഡ് വാട്ട് ഈസ് ദ മെയിൻ ഐഡിയാസ് ഓഫ് ദി പാസേജ്. ഇനി പാസേജിൽ ചില ആശയങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നാം. ചില പോയിന്റുകൾ, ചില ആർഗ്യുമെൻറ്റ്സ്, ചില വാക്കുകൾ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ കീ ഐഡിയ ഓഫ് ദി പാസേജ്. പാസേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കും, അല്ലെങ്കിൽ അതിലെ മെയിൻ വിഷയം അതായിരിക്കും. അതുകൊണ്ടാണ് ആ വാക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത്. സോ ഐഡൻറ്റിഫൈ ദ കീ വേർഡ്സ്. അതിൽ നിന്ന് ആവർത്തിച്ച് വരുന്ന കീ വേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. നൗ ലുക്ക് ഫോർ എക്സാമ്പിൾസ് ഫോർ ക്ലാരിറ്റി. പലപ്പോഴും ഒരു ആർട്ടിക്കിൾ, പത്രത്തിലൊക്കെ വരുന്ന ആർട്ടിക്കിൾ ആണെങ്കിൽ പ്രത്യേകിച്ചും, ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അത് കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി, വായനക്കാരന് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സാമ്പിളുകൾ, ഉദാഹരണങ്ങൾ അവിടെ കോട്ട് ചെയ്യും. നമുക്ക് ചില സെൻറ്റൻസുകളിൽ ഫോർ എക്സാമ്പിൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാക്കുകൾ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഫോർ ഇൻസ്റ്റൻസ് പോലുള്ള വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ വെനെവർ യു സീ വേർഡ്സ് ലൈക്ക് ദിസ്, ഫോർ എക്സാമ്പിൾ എന്നോ ഫോർ ഇൻസ്റ്റൻസ് എന്നൊക്കെ വാക്കുകൾ കാണുമ്പോൾ അതൊരു ഉദാഹരണമാണ്. ദിസ് ഇസ് ട്രൈങ് ടു എലൂസിഡേറ്റ്, ദിസ് ഇസ് ട്രൈങ് ടു ഗിവ് മോർ ക്ലാരിറ്റി ടു ദ പോയിന്റ് സെഡ് ഏർലിയർ. നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റിന്, നേരത്തെ പറഞ്ഞ പോയിന്റിനെ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉദാഹരണം അവിടെ കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാമ്പിളുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഇൻ കേസ് ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യത്തിനെ പോലും നമുക്ക് കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനായിട്ട് അത് സഹായിക്കും. നൗ ഫൈൻഡ് കോൺട്രഡിക്ടറി ഇൻസ്റ്റൻസസ് ഇഫ് എനി.
പറഞ്ഞു വരുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഒരുപക്ഷെ അവസാനത്തെ പാരഗ്രാഫിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ ഓതർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റുകൾക്ക് നേരെ എഗൻസ്റ്റ് ആയിട്ടുള്ള ചില ആർഗ്യുമെൻറ്റുകൾ നടത്തുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാം? ഹൗ ടു ഐഡൻറ്റിഫൈ സംതിങ് ആസ് എ കോൺട്രഡിക്ടറി ആർഗ്യുമെൻറ്റ്. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അതിനും ഇത്തരത്തിലുള്ള ചില സജഷൻ വേർഡ്സ് ഉണ്ട്. ഇപ്പം ഹൗവർ അല്ലെങ്കിൽ ഓൾദോ, even though, nevertheless എന്നൊക്കെയുള്ള ചില വാക്കുകൾ സജഷൻ വേർഡ്സ് ആണ്. ഈ വാക്കുകൾ അല്ലെങ്കിൽ ഓൺ ദ കോൺട്രറി അല്ലെങ്കിൽ ഈവൻ ദോ പോലുള്ള വാക്കുകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇതുവരെ പറഞ്ഞതിൻ്റെ തുടർച്ചയല്ല, അതിന് വിരുദ്ധമായിട്ട്, എന്നിരുന്നാലും, എങ്കിലും, പക്ഷേ, ബട്ട് പോലുള്ള വാക്കുകൾ കാണുമ്പോൾ ഒരു പക്ഷേയാണ് എന്ന് പറയുമ്പോൾ എന്താണ് വിരുദ്ധമായിട്ടുള്ള കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ആശയമാണ് പറയാൻ പോകുന്നത്. അത്തരത്തിലുള്ള കോൺട്രഡിക്ടറി ആർഗ്യുമെന്റ്സ് അവിടെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പെർട്ടിക്കുലർ ഏരിയ. അങ്ങനെ ഒരു കോൺട്രഡിക്ടറി ആർഗ്യുമെന്റ് നടത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പിക്ക് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ചോദ്യം നമുക്ക് RC പാസേജിനകത്ത് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യു നീഡ് ടു ലുക്ക് ഫോർ ദാറ്റ്, യു നീഡ് ടു ഐഡൻറ്റിഫൈ ദാറ്റ്. അത്തരം വാക്കുകളുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അതിനെ തുടർന്ന് വരുന്ന ആശയങ്ങൾ വായിക്കുക. Now point out the important arguments made by the author. ഓതർ പറയുന്ന വാദങ്ങൾ എന്താണ്, ഇതിൽ ഓതർ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് എന്താണ്, അത് പ്രത്യേക തരത്തിലുള്ള വാദങ്ങൾ ഓതർ മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കാണാം. സോ ലുക്ക് ഫോർ സച്ച് ആർഗ്യുമെൻറ്റ്സ്. അത്തരം ആർഗ്യുമെൻറ്റ്സിന് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് നോക്കുക. ആൻഡ് ഡ്രോ ദി കൺക്ലൂഷൻസ് ഓഫ് ദി പാസേജ്. പാസേജ് എന്താണ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട്. വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ദി ഓതർ മേക്സ് ഇൻ ദി പാസേജ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ജനറൽ കൺക്ലൂഷൻ ഓഫ് ദി പാസേജ് എന്നൊരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കൺക്ലൂഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ അതിന് ഉത്തരം എഴുതണം എന്നുണ്ടെങ്കിൽ പാസേജ് തറവായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. You need to have a very clear idea about what the passage is about and how the author ends the passage. പാസേജ് എന്ത് പറഞ്ഞാണ് ഓതർ അവസാനിപ്പിച്ചിരിക്കുന്നത്, ആ എൻഡ് നോട്ട് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ അദ്ദേഹം എന്ത് ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതിനെ മൊത്തം പാസേജിൻ്റെ ഒരു ഹോൾ കണ്ടൻറ്റിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് തീർച്ചയായിട്ടും വേണം. ഈ രീതിയിലാണ് നമ്മളൊരു RC പാസേജിനെ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു RC പാസേജ് വായിക്കുക. നമുക്ക് നോക്കാം അതിൻ്റെ ഒരു സാമ്പിൾ പാസേജ് റീഡിംഗ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാസേജ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ട്രൈ ടു റീഡ് ദ പാസേജ്. അപ്പോൾ ഈ പാസേജ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എവറി ലൈഫ് കണ്ടെയ്ൻസ് പെയിൻ. ഇപ്പോൾ ലൈഫ് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്ക് നമ്മൾ കാണും, പെയിൻ എന്നുള്ള മറ്റൊരു വാക്ക് നമ്മൾ കണ്ടു. ഈവൻ ദി പെർഫെക്റ്റ് ലൈഫ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ദ ലൈഫ് വോർ യു ഹാവ് എവറിത്തിങ് യു വാണ്ട് ഹൈഡ്സ് ഇറ്റ്സ് ഓൺ യുണീക്ക് സ്ട്രഗിൾസ് കണ്ടു, വിച്ച് ഈസ് റിലേറ്റഡ് ടു പെയിൻ എന്നുള്ളൊരു വാക്കുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വേർഡ് നമ്മൾ കണ്ടു. റൈറ്റിംഗ് ഇൻ ദ ജിയോളജി ഓഫ് മോറൽസ് 1887 ഫ്രെഡറിക് നീഷെ സെഡ്. ഇവിടെ നോക്കി ഇതൊരു ബുക്കിൻ്റെ പേരാണ്. ബുക്കിൻ്റെ പേര് നേരിട്ട് എടുത്ത് പറയുന്നില്ലാത്ത സാഹചര്യത്തിൽ ഇറ്റ് ഈസ് ഇറലവൻറ്റ് ഫോർ അസ്. നമുക്കതിൽ നിന്ന് നേരിട്ട് ഈ ബുക്കിൻ്റെ പേര് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു വർഷവും അത് നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമല്ല, നമുക്കത് സ്കിപ്പ് ചെയ്യാം. ഫ്രെഡറിക് നീഷെ അതൊരാളുടെ പേരാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഈ കോട്സിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മാൻ ദ ബ്രേവസ്റ്റ് മാൻ ആൻഡ് മോസ്റ്റ് പ്രോൺ ടു സഫർ. എഗെയിൻ സഫർ എന്നുള്ളൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്, പെയിൻ നമ്മൾ കണ്ടു, സഫർ എന്നുള്ളൊരു വാക്ക് വീണ്ടും കാണുന്നു. ഡസ് നോട്ട് ഡിനൈ സഫറിങ് ആസ് സച്ച്. വീണ്ടും സഫറിങ് വരുന്നു. ഹി വിൽസ് ഇറ്റ്, ഹി ഈവൻ സീക്സ് ഇറ്റ് ഔട്ട് പ്രൊവൈഡഡ് ഹി ഈസ് ഷോൺ എ മീനിങ് ഫോർ ഇറ്റ്, എ പർപ്പസ് ഓഫ് സഫറിങ്. അപ്പോൾ ഒരു പർപ്പസ് ഓഫ് സഫറിങ് ഉണ്ട് എങ്കിൽ പലപ്പോഴും മനുഷ്യർ അത് കാക്ഷിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് നീഷെ പറഞ്ഞിരിക്കുന്നത്. എ ലൈഫ് അപ്പാരൻ്റ്ലി പെർഫെക്റ്റ് ബട്ട് ഡിവോയ്ഡ് ഓഫ് മീനിങ് നോ മാറ്റർ ഹൗ കംഫർട്ടബിൾ ഇസ് കൈൻഡ് ഓഫ് ഹെൽ. അപ്പോൾ വീണ്ടും എ ലൈഫ് എന്നുള്ളത് വരുന്നുണ്ട്. എ ലൈഫ് ഡിവോയ്ഡ് ഓഫ് മീനിങ് ഇല്ലാത്ത, അർത്ഥമില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് നരകതുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സാരാംശം. In search for meaning, we fantasize about the roads not taken, and these alternative lies on a reality of their own, and perhaps they are real. ഇനി വീണ്ടും ഇത്തരം ഒരു സെർച്ചിൽ നമ്മൾ ഫാൻറ്റസൈസ് ചെയ്യാറുണ്ട്, നമ്മൾ സ്വീകരിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളെപ്പറ്റി, നമ്മളുടേതല്ലാത്ത ജീവിതങ്ങളെപ്പറ്റി, ആൾട്ടർനേറ്റ് ലൈഫിനെ പറ്റി
ഒരു റിയൽ ആണ് എന്ന രീതിയിൽ, അവ തന്നെയാണ് റിയാലിറ്റി, അല്ലെങ്കിൽ അതിന് സ്വന്തമായിട്ടൊരു റിയാലിറ്റി ഉണ്ട് എന്ന തരത്തിൽ നമ്മൾ സങ്കല്പിക്കാറുണ്ട്. ഇൻ ഹിസ് നോവൽ ദ മിഡ് നൈറ്റ് ലൈബ്രറി, അഗെയിൻ ഒരു വർക്കിൻ്റെ പേരാണ് വിച്ച് ഇസ് നോട്ട് വെരി റെലവൻറ്റ് ഫോർ എസ്, മാറ്റ് ഹേഗ് ആളുടെ പേരാണ്, അത് നമുക്ക് ശ്രദ്ധിക്കാം. എക്സ്പ്ലോസ് ദിസ് കൺസെപ്റ്റ്. In it, a woman named Nora Seed is given the chance to live the lives she would have lived had she made different choices. Each life is a book in an infinite library. Opening the book takes her to live in that other world for as long as she feels comfortable there. Each possible world becomes a reality. ഇതൊരു സാങ്കല്പിക കഥാപാത്രത്തിന് കിട്ടിയൊരു അവസരമാണ് മിഡ് നൈറ്റ് ലൈബ്രറി എന്ന് പറയുന്ന വർക്കിനകത്ത്. നോറ സീഡ് എന്ന് പറയുന്ന കഥാപാത്രത്തിനൊരു അവസരം കിട്ടുന്നു. അവൾ ജീവിച്ചിട്ടില്ലാത്ത മറ്റ് ജീവിതങ്ങൾ, ചില വ്യത്യസ്തങ്ങളായ ചോയ്സുകൾ എടുത്തിരുന്നുവെങ്കിൽ എങ്ങനെയാകുമായിരുന്നു എന്ന് അനുഭവിച്ചറിയാനുള്ളൊരു അവസരമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ പുസ്തകവും, ആ ലൈബ്രറിയിലെ പുസ്തകം തുറക്കുമ്പോൾ ആ പുസ്തകത്തിനകത്തെ ഒരു ലോകത്തിലേക്ക് അവൾ റിയാലിറ്റി എന്ന വണ്ണം കയറിപ്പോകുന്നു. ഇവിടെ നമ്മൾ ചില വാക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് കണ്ടു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, വാട്ട് വർ ദ വേർഡ്സ് ദ റിപ്പീറ്റഡ്? ലൈഫ് ആൻഡ് പെയിൻ എന്നുള്ളതാണ്. ലൈഫ് കണ്ടെയ്ൻസ് പെയിൻ. പിന്നെ അതുപോലെ തന്നെ പെർഫെക്റ്റ് ലൈഫ് എന്നുള്ളൊരു കാര്യം കണ്ടു, സ്ട്രഗിൾസ് എന്നുള്ളത് കണ്ടു. ഇനി ഡിവോയിഡ് ഓഫ് മീനിങ് എന്നുള്ളത് അതൊരു കൈൻഡ് ഓഫ് ഹെല്ലാണ് എന്നുള്ളത് കണ്ടു. പിന്നെ റോഡ്സ് നോട്ട് ടേക്കൺ, അതെടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈച്ച് പോസിബിൾ വേൾഡ് ബിക്കംസ് എ റിയാലിറ്റി എന്നുള്ളതാണ് അവസാനം പറയുന്ന ഒരു ആശയം. ഇതിൽ ഇൻ ബിറ്റ്വീൻ അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ഉദാഹരണമാണ്, എക്സാമ്പിൾസ് ആണ്. ടു എലൂസിഡേറ്റ്, ടു എലാബറേറ്റ് ദി ഐഡിയ ഓൾറെഡി മെൻഷൻഡ്. ഓദർ പറഞ്ഞ ആശയത്തെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്. അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്ത് വായിക്കാം. അങ്ങനെ വരുമ്പോൾ നോക്കുക, ഇതിനെ ഒന്ന് സമറൈസ് ചെയ്യുമ്പോൾ, ദ ഹോൾ പാസേജ് ഈസ് അബൌട്ട് ലൈഫ് ആൻഡ് പെയിൻ, അല്ലെങ്കിൽ ലൈഫ് ആൻഡ് സ്ട്രഗിൾസ്. എവറി ലൈഫ് കണ്ടെയ്ൻസ് പെയിൻ. എല്ലാ ജീവിതങ്ങളിലും പെയിൻ ഉണ്ട് എന്നും അത്തരത്തിൽ യാതൊരു മീനിങ്ങും ഇല്ലാത്തൊരു ജീവിതം എന്ന് പറയുന്നത് ഒരു നരകമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹെൽ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പാർട്ടിൽ പറയുന്ന ഒരാശയം. ഇനി ഈ ഒരു മീനിങ് ഇല്ലാത്തതാണ്, ഡിവോയിഡ് ഓഫ് മീനിങ് ആണ് എന്ത്? കൈൻഡ് ഓഫ് ഹെൽ. അപ്പോൾ മീനിങ് തേടിയുള്ള യാത്രയെ പറ്റിയാണ്, സെർച്ച് ഫോർ മീനിങ് ആണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇനി അതിലെന്ത് സംഭവിക്കുന്നു? വി ഓഫൺ ഫാൻറ്റസൈസ് അബൌട്ട് ദ റോഡ്സ് നോട്ട് ടേക്കൺ. നമ്മൾ ജീവിച്ചിട്ടില്ലാത്ത, നമ്മൾ സഞ്ചരിച്ചിട്ടില്ലാത്ത ചില ജീവിത വഴികളിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് ഫാൻറ്റസൈസ് ചെയ്യാറുണ്ട്, സങ്കല്പിക്കാറുണ്ട്. ആൻഡ് ദീസ് ആൾട്ടർനേറ്റ് ലൈഫ്സ് ഹാവ് എ റിയാലിറ്റി ഓഫ് ദെയർ ഓൺ ആൻഡ് പെർഹാപ്സ് ദേ ആർ റിയൽ ഇറ്റ് സെൽഫ്. അപ്പോൾ പലപ്പോഴും യാഥാർത്ഥ്യം തന്നെയായിട്ട് മാറുന്നുമുണ്ട്. ഇതാണ് ആ പാസേജിൻ്റെ മൊത്തം ഒരു ആശയമെന്ന് പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് സീ മറ്റൊരു പാരഗ്രാഫ് നമുക്ക് നോക്കാം. പോയിന്റുകൾ നിങ്ങളൊന്ന് കണ്ടെത്താൻ നോക്കുക. ഫോർ സെഞ്ചുറീസ് ഫിലോസഫേഴ്സ് ഹവ് ഡ്രീംഡ് ദ പോസിബിൾ വേൾഡ്സ്. പോസിബിൾ വേൾഡ്, അതാണ് നമ്മുടെ ഒരു കീ വേർഡായിട്ട് നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൽ കാണുന്നത്. സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് നൂറ്റാണ്ടുകളായിട്ട് പോസിബിൾ വേൾഡുകളെ പറ്റിയുള്ള ആലോചനകൾ നടത്തിയിട്ടുണ്ട്. ബട്ട് ഓൺലി വിത്ത് ദ അഡ്വെന്റ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് ആൻഡ് ദ നീഡ് ടു ഇന്റർപ്രറ്റ് ഇറ്റ്സ് കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് പ്രിഡിക്ഷൻസ് ദാറ്റ് ഇറ്റ് ഡിഡ് അപ്പിയർ ദാറ്റ് ദീസ് പോസിബിലിറ്റീസ് മൈറ്റ് ബി റിയൽ. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ വരവോടുകൂടിയാണ്, അല്ലെങ്കിൽ ക്വാണ്ടം ഫിസിക്സ് നടത്തുന്ന ചില കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് പ്രിഡിക്ഷൻസ് വഴിയാണ് ഇത് പലപ്പോഴും പോസിബിൾ ആണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകാം എന്നുള്ളൊരു തലത്തിലേക്ക് മറ്റ് പാരലൽ വേൾഡുകളുടെ ഒരു സാധ്യതയെപ്പറ്റി ആളുകൾ ബോധ്യപ്പെടുന്നത്. ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 1950s ബൈ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് ഹ്യൂഗ് എവററ്റ്. ഇതൊക്കെ ബ്രൈസ് ഡേവിഡ്, ഇപ്പോൾ 1980 ഹ്യൂഗ് എവററ്റും പിന്നീട് 70കളിൽ ബ്രൈസ് ഡേവിറ്റും ഒരു പുതിയ ആശയം കൊണ്ടുവന്നു. എന്തായിരുന്നു അത്? മെനി വേൾഡ്സ്. ദി മെനി വേൾഡ്സ് കോഡ്സിൽ കൊടുത്തിരിക്കുന്നതാണ്. സോ തീർച്ചയായിട്ടും അത് പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. Interpretations of physics has captured the public imagination and flawed a burst of art and culture. Born out of a need to interpret the behavior of the smallest building blocks of our universe, quantum physics has powered cultural conversations from the depths of academic philosophy and science to the pinnacle of Hollywood's elite. ഇപ്പോൾ ക്വാണ്ടം ഫിസിക്സ് തുറന്നു വച്ചിരിക്കുന്ന പുതിയ സാധ്യതകൾ അത് പലപ്പോഴും അക്കാഡമിക് ഫിലോസഫിയിലും സയൻസിലും മാത്രമല്ല, അവിടെ നിന്ന് ഹോളിവുഡിലേക്ക് വരെ ഇത് എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ മോഡേൺ കൺസെപ്റ്റ് ഓഫ് പോസിബിൾ വേൾഡ്സ്, വീണ്ടും നമ്മൾ തുടക്കത്തിൽ കണ്ട പോസിബിൾ വേൾഡ് എന്നുള്ള വാക്ക് ആവർത്തിച്ച് കാണുകയാണ്. വിച്ച് മീൻസ് ദിസ് ഇസ് ഡെഫിനറ്റ്ലി ദ കീവേഡ് ഓഫ് ദി പാസേജ്. പാസേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീവേഡ് എന്ന് പറയുന്നത് ഈ പോസിബിൾ വേൾഡ് എന്നുള്ളത് തന്നെയാണ്. As attributed to the German polymath, co-inventor of calculus and the rival of Isaac Newton, Gottfried Wilhelm Leibniz. ഇത് ഒരു ജർമ്മൻ പോളിമാത്ത് ആയിരുന്നു. പല കാര്യങ്ങളിലുള്ള ഒരാളെയാണ് നമ്മൾ പോളിമാത്ത് എന്ന് വിളിക്കുക.
കാൽക്കുലസിൻ്റെ ഒരു കോ ഇൻവെൻറ്ററാണ്. അതുപോലെ തന്നെ ഐസക് ന്യൂട്ടൻ്റെ ഒരു റൈവലുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഗോഡ്ഫ്രീഡ് വിൽഹെൽം ലെബ്നിസ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് തിയോളജി എസ്സേസ് ഓൺ ഗുഡ്നെസ് ഓഫ് ഗുഡ്, ദ ഫ്രീഡം ഓഫ് മാൻ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഈവിൽ. കുറച്ച് വലിയ ടൈറ്റിലാണ്, നമ്മളത് കൂടുതൽ വായിച്ച് സമയം കളയേണ്ട കാര്യമില്ല, യു ക്യാൻ സ്കിപ്പ്. അദ്ദേഹം അതിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓൾ പ്രപ്പോസ് ചെയ്യുന്നത് നമ്മുടേതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോസിബിൾ വേൾഡ് എന്നുള്ള തരത്തിൽ ഈവിൽസിൻ്റെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഒരു ആശയത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ അതർ വേർഡ്സ്, എനി അതർ പോസിബിൾ വേൾഡ് could contain more evil. Could Socrates have been an alligator? Yes, as being a human is not necessarily but contingent. ഈ പറയുന്ന സോക്രട്ടീസ് പോലും ഒരു മനുഷ്യൻ തന്നെയായിരുന്നോ അതോ ഒരു അലിഗേറ്റർ ആയിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റേതെങ്കിലും ഒരു പോസിബിൾ വേൾഡ് ഉണ്ടായെങ്കിൽ അവിടെ കൂടുതൽ ഈവിൽ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലോകമാണ് ഏറ്റവും നല്ല ലോകം, അത് ഈവിൽ ഫ്രീ ആക്കണം എന്ന തരത്തിലേക്ക് ഇതിനെ ഒന്ന് ഫിലോസഫൈസ് ചെയ്യാൻ ഈ പറയുന്ന ഗോഡ്ഫ്രീഡ് വിൽഹെൽം ലെബ്നിസ് എന്ന് പറയുന്ന പോളിമാത്ത് അദ്ദേഹത്തിൻ്റെ തിയോളജി എസ്സേസ് ഓൺ ഗുഡ്നെസ് ഓഫ് ഗോഡ് ആൻഡ് ഫ്രീഡം ഓഫ് മാൻ ആൻഡ് ദ ഒറിജിൻ ഓഫ് ഈവിൽ എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നോക്കുക, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, പോസിബിൾ വേൾഡുകളെ പറ്റിയാണ്, സാധ്യതകളുള്ള ലോകങ്ങളെ പറ്റിയാണ് ഇവിടെ ഒന്ന് സംസാരിച്ചിരിക്കുന്നത്. രണ്ട്, ക്വാണ്ടം ഫിസിക്സ് ഇതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 50s ഹ്യൂ ഗെവററ്റ് എന്ന് പറയുന്ന ഒരാൾ, അതുപോലെ തന്നെ 70s ഡ്രേസ് ഡി വിറ്റ് എന്ന് പറയുന്ന മറ്റൊരാൾ മെനി വേൾഡ്സ് എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ സാധ്യതകളെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആൻഡ് ദി സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ യൂണിവേഴ്സ്, അതിനെപ്പറ്റിയുള്ള ബിഹേവിയേഴ്സിനെ പറ്റിയുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് ക്വാണ്ടം ഫിസിക്സ് നടത്തിയിരിക്കുന്നത്. ഇനി അഗെയിൻ പോസിറ്റിൻ്റെ ഒരു മോഡേൺ കൺസെപ്ഷൻ നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന ഗോഡ്ഫ്രീഡ് വിൽഹെൽം ലെബ്നിസ് ആണ്. ആൻഡ് ഹീ attempted to solve the problem of evil by proposing that ours is the best possible world. ഇങ്ങനെ ഒരു 4 സെൻറ്റൻസുകളിലേക്ക് 2-3 പാരഗ്രാഫ് വരുന്ന ഒരു വലിയ പാസേജിനെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട സെൻറ്റൻസുകളിലേക്ക് അതിൻ്റെ മുഴുവൻ ആശയങ്ങളെയും ചുരുക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ദിസ് ഇസ് ഹൗ യു പിക്ക് ഔട്ട് ദ കീ പോയിന്റ്സ്, കീ വേർഡ്സ് ഫ്രം എ പാസേജ്. ഇനി അതുപോലെ തന്നെ നമ്മളൊരു RC പാസേജ് വായിക്കുമ്പോൾ ചെയ്യാവുന്ന, RC ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പാലിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് ഈ റിവേഴ്സ് റീഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. റിവേഴ്സ് റീഡിംഗ് മെത്തേഡ് ഇസ് അഗെയിൻ എ വെരി എഫക്റ്റീവ് വേ. പലരും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്ന റിവേഴ്സ് റീഡിംഗ് മെത്തേഡ്, അല്ലെങ്കിൽ കീവേഡ് മെത്തേഡ് എന്നും ഇതിനെ വിളിക്കാം. റിവേഴ്സ് റീഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ കീവേഡ് മെത്തേഡ് എന്ന് വിളിക്കുന്ന ഒരു മാർഗം. അതായത് നമ്മൾ ചോദ്യങ്ങൾ ആദ്യം വായിക്കുന്നു. സാധാരണ നമുക്കറിയാം, ഒരു പാസേജ് തന്നിട്ട് അതിനെ തുടർന്ന് വരുന്ന 5-6 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 6 അല്ലെങ്കിൽ അതിൽ കൂടുതൽ, പരമാവധി ഒരു 8 ചോദ്യം വരെ ഉണ്ടാകാം. ആ 8 ചോദ്യങ്ങളിൽ ഒരു 3 എണ്ണം പലപ്പോഴും വൊക്കാബുലറി ബേസ്ഡ്, അതായത് സിനോണിം ആന്റണിം ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു 5 മുതൽ 6 ചോദ്യങ്ങൾ വരെയാണ് ഡയറക്റ്റ് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ചോദ്യങ്ങൾ വായിക്കുക. ഇത് ഒരു മെത്തേഡ് മാത്രമാണ്, ഇത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. യു ക്യാൻ ട്രൈ ബോത്ത്. ആദ്യം പാസേജ് വായിച്ച് ഇതുപോലെ കീവേഡ്സ് പാസേജിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ചോദ്യങ്ങളിലേക്ക് വരാം. ഇനി അതല്ല എങ്കിൽ മറ്റൊരു മാർഗ്ഗമാണ് ഈ റിവേഴ്സ് റീഡിംഗ് മെത്തേഡ്. അവിടെ യു റീഡ് ദ ക്വസ്റ്റ്യൻസ്. ഈ 6 ചോദ്യങ്ങളും ആദ്യം വായിക്കുക. റീഡ് ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ആദ്യമേ തന്നെ ചോദ്യങ്ങൾ വായിക്കുക. ഇനി ചോദ്യങ്ങൾക്കകത്ത് കീവേഡുകൾ കാണും. ചോദ്യങ്ങൾക്കകത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലാതെ വന്നിരിക്കുന്ന കീവേഡുകളെ ക്വസ്റ്റ്യനിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ദെൻ യു നോ വാട്ട് ടു ലുക്ക് ഫോർ ഇൻ ദ പാസേജ്. അങ്ങനെ ക്വസ്റ്റ്യൻസിനകത്ത് ഒരു കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ യു വുഡ് നോ എക്സാക്ട്ലി വേർ ടു ലുക്ക്. എന്താണ് പാസേജിനകത്ത് നോക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് തിരയേണ്ടത് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. ആൻഡ് ലുക്ക് ഫോർ ദീസ് പെർട്ടിക്കുലർ വേർഡ്സ് ഓർ കീ വേർഡ്സ് ഇൻ ദി പാസേജ്. ആ കീ വേർഡുകൾ, ഇപ്പോൾ ഒരാളുടെ പേര് വെച്ചുകൊണ്ട് വരുന്നൊരു ചോദ്യമാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പാസേജിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും കീവേഡാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കീവേഡ് എവിടെ വരുന്നു എന്നുള്ളത് സെർച്ച് ചെയ്യുക. ആൻഡ് ഫൈൻഡ് പോർഷൻസ് ഫ്രം ദ പാസേജ് വേർ യു ക്യാൻ റിലേറ്റ് വിത്ത് ദി ഐഡിയാസ് ഇൻ ദ ക്വസ്റ്റ്യൻ. ചോദ്യങ്ങളിലെ ആശയങ്ങൾ വരുന്ന പാസേജിലെ ഭാഗം എവിടെയാണ് എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്യുക, അത് മാർക്ക് ചെയ്യുക. അതെവിടെയാണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ പോയിന്റ് ഔട്ട് ദി ഇമ്പോർട്ടൻറ്റ് ഫ്രേസസ് വിച്ച് വിൽ ലീഡ് ടു ദി ആൻസർ. ഉത്തരത്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള ഫ്രേസുകൾ എന്താണ്, സെൻറ്റൻസുകൾ എന്താണ്, അവ കൃത്യമായിട്ട് മാർക്ക് ചെയ്തു പോവുക. അതിനുശേഷം ഓരോ ചോദ്യങ്ങൾക്കും താഴെയുള്ള ഓപ്ഷൻസ്, നമുക്കറിയാം ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. വി വിൽ ഡെഫിനറ്റ്ലി ഹാവ് ദി ഓപ്ഷൻസ്. ഇനി ആ ചോയ്സുകളിലേക്ക് വരിക. നമ്മൾ പാസേജിനകത്ത് കണ്ട സെൻറ്റൻസ് ആ ഓപ്ഷൻസിൽ എവിടെയാണ് എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ഇൻ ടു ദി ആൻസേഴ്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. So this is how you get into the
ആൻസേഴ്സ് ഫ്രം ദി ക്വസ്റ്റ്യൻ. ചോദ്യങ്ങളിൽ നിന്ന് പാസേജിലേക്കും പാസേജിൽ നിന്ന് ഉത്തരങ്ങളിലേക്കും ചെല്ലുന്ന ഒരു റിവേഴ്സ് മെത്തേഡാണ് ഈ റിവേഴ്സ് റീഡിംഗ് മെത്തേഡ് അല്ലെങ്കിൽ കീവേഡ് മെത്തേഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമുക്കിനിയൊരു പാസേജ് ആ രീതിയിലൊന്ന് സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. യു ക്യാൻ റീഡ് എ സാമ്പിൾ ക്വസ്റ്റ്യൻ ഫ്രം ദി ക്വസ്റ്റ്യൻസ്. ആദ്യം ചോദ്യം വായിക്കുക, അതിനുശേഷം നമ്മൾ ചോദ്യത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കീവേഡ്സ് പിക്ക് ഔട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗോ ആൻഡ് റീഡ് ദ പാസേജ് ആൻഡ് ഐഡൻറ്റിഫൈ വേർ യു ക്യാൻ ഗെറ്റ് ദി ആൻസേഴ്സ് ഫ്രം. ഒന്നാമത്തെ ചോദ്യം, ദ പ്രിൻറ്റിംഗ് പ്രസ് ഹാസ് ബീൻ ലൈക്കൻഡ് ടു ഇൻ്റർനെറ്റ് ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റീസൺ. കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. പ്രിൻറ്റിംഗ് പ്രസ് ഇസ് ലൈക്കൻഡ് ടു ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇൻ്റർനെറ്റും പ്രിൻറ്റിംഗ് പ്രസ്സും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, അതിൻ്റെ കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരേ ഒരു സെൻറ്റൻസിൽ തന്നെ പ്രിൻറ്റിംഗ് പ്രസ്സും ഇൻ്റർനെറ്റും വരുന്ന ഒരു സെൻറ്റൻസ് നമുക്ക് കണ്ടെത്തണം. രണ്ട്, അക്കോർഡിംഗ് ടു ദ പാസേജ് ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ഡിഡ് ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ്. ഇവിടെ നോക്കുക, ഇൻവെൻഷൻ ഓഫ് ദ പ്രിൻറ്റിംഗ് പ്രസ് എന്തൊക്കെ ചെയ്തു, അതിൽ ഉൾപ്പെടാത്തതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ വി നീഡ് ടു ഐഡൻറ്റിഫൈ വാട്ട് വർ ദ തിങ്സ് ദാറ്റ് ദി ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ഡിഡ്. ദ ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കീ വേർഡ് എന്ന് പറയുന്നത്. മൂന്ന്, സ്റ്റീവ് ജോബ്സ് പ്രിഡിക്റ്റഡ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിത്ത് ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഐഫോൺ. ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന്, സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര്. ഇത് ഈ പാരഗ്രാഫിൽ ഒന്നിലധികം തവണ വരാനായിട്ടുള്ള സാധ്യതയില്ല. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന പേര് പാസേജിൽ ഒരുപക്ഷെ 2-3 തവണ പരാമർശിക്കുന്നതിനോടൊപ്പം വരുന്ന ഒരു സെൻറ്റൻസിലായിരിക്കും മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഫോണും വരുന്ന ഭാഗം ഏതാണ് എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യണം. വർ ഡു വി ഹാവ് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഫോൺ ആൻഡ് സ്റ്റീവ് ജോബ്സ് ഇൻ ദി പാസേജ്. ഇനി അടുത്തതൊരു കോട്ട്സ് ആണ്. കോട്ടിൽ കൊടുത്തിരിക്കുന്നത് പാസേജിൽ തന്നെ പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ പാസേജിൽ ഈ പർട്ടിക്കുലർ സെൻറ്റൻസ് എവിടെ വരുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ടു സീ ഇഫ് ദി ഐഫോൺ ക്യാൻ ഡു വാട്ട് ദ പ്രിൻറ്റിംഗ് പ്രസ് ഡിഡ് ഫോർ ദ റിലീജിയൻ ആൻഡ് ഡെമോക്രസി. ദി ഓതർ യൂസസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടു അൺസർട്ടനിറ്റി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെയൊരു വാചകം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ഒരു സെൻറ്റൻസ്, ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് ടു സീ ഇഫ് ഐഫോൺ ക്യാൻ ഡു ഐഫോൺ ആൻഡ് പ്രിൻറ്റിംഗ് പ്രസ് ഡിഡ് ഫോർ ദ റിലീജിയൻ ആൻഡ് ഡെമോക്രസി. പ്രിൻറ്റിംഗ് പ്രസ് റിലീജിയനും ഡെമോക്രസിക്കും ചെയ്തത് ഐഫോണിന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ സംശയം. അത്തരത്തിലുള്ളൊരു സംശയം അദ്ദേഹത്തിന് വരാൻ കാരണം ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അൺസർട്ടനിറ്റിയുടെ കാരണമാണ് നമ്മൾ തേടേണ്ടത്. വി വിൽ ഹാവ് ദിസ് പെർട്ടിക്കുലർ സെൻറ്റൻസ് ഇൻ ദ പാസേജ്. ഇതിനെ തുടർന്ന് വരുന്ന ഒരു ഭാഗം നമ്മൾ കണ്ടെത്തിയാൽ മതിയാകും. ലുക്ക് ഫോർ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ മെയിൻ കൺക്ലൂഷൻ ഓഫ് ദ പാസേജ് ഇസ് ദാറ്റ് ദ ന്യൂ ടെക്നോളജി ഹാസ്. ഇപ്പോൾ കൺക്ലൂഷനാണ് അല്ലേ, ദ മെയിൻ കൺക്ലൂഷൻ ഓഫ് ദി പാസേജ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വി നീഡ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഇസ് ദ കൺക്ലൂഷൻ ഓഫ് ദി പാസേജ് ദാറ്റ് ദ ന്യൂ ടെക്നോളജി ഹാസ് ഡാഷ്. പുതിയ ടെക്നോളജി എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ വി ഹാവ് 5 ക്വസ്റ്റ്യൻസ്. 5 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഈ 5 ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ട കീ വേർഡുകൾ നമ്മൾ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു, പിക്ക് ഔട്ട് ചെയ്തു. വി ഹാവ് ദീസ് കീ വേർഡ്സ്. ഒന്ന്, പ്രിൻറ്റിംഗ് പ്രസ്, ഇൻ്റർനെറ്റ്. ഇത് രണ്ടും കൂടെ വരുന്ന സെൻറ്റൻസ്. 2, ഇൻവെൻഷൻ ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ചെയ്തത് എന്ത്. 3, സ്റ്റീവ് ജോബ്സും ഇൻട്രൊഡക്ഷൻ ഓഫ് ഐഫോണും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വാചകം. 4, റിലീജിയൻ ആൻഡ് ഡെമോക്രസി, അതിൻ്റെ ഒരു അൺസർട്ടനിറ്റിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. 5th വൺ, കൺക്ലൂഷൻ ഓഫ് ദി പാസേജുമാണ്. ഇനി നൗ വിൽ റീഡ് ദ പാസേജ്. I used a smartphone GPS to find ഇത് ടൈപ്പിംഗ് ആണെന്ന് തോന്നുന്നു. I used a smartphone GPS to find my way through the cobblestone maze of Geneva's old town in search of a handmade machine that changed the world more than like any other invention. Near a 13th century cathedral in the Swiss city of the shores of a lovely lake, I found what I was looking for, a Gutenberg printing press. This was the internet of its day. ഇത് തുടക്കത്തിൽ പ്രിൻറ്റിംഗ് പ്രസ്സിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്. ഗുട്ടൻബർഗ് പ്രസ്സാണ് അദ്ദേഹം കണ്ടത്. ആൻഡ് ദിസ് വാസ് ദി ഇൻ്റർനെറ്റ് ഓഫ് ഇറ്റ്സ് ഡേ, അറ്റ് ലീസ്റ്റ് ആസ് ഇൻഫ്ലുവൻഷ്യൽ ആസ് ദി ഐഫോൺ, said Gabriel de Montmorillon, the director of the Museum of the Reformation, toying with the replica of Johann Gutenberg's great invention. Before the invention of printing press, it used to take for months up to a year to produce a single book. With advance in movable type in the 15th century Europe, one press could crank out 3,000 pages a day. Before long, average people could travel to places that could used to be unknown to them with maps. Medical information passed more freely and quickly, diminishing the sway of quacks. Medical information ഒരു ഗുണത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. And the printing press offered the prospect that tyrants would never be able to kill a book
and suppress an idea. ഇപ്പോൾ പ്രിൻറ്റിംഗ് പ്രസ് ഓഫർ ചെയ്തൊരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ടെറൻസ് വുഡ് നെവർ ബി ഏബിൾ ടു കിൽ എ ബുക്ക് ഓർ സപ്രസ് ദി ഐഡിയ. അപ്പോൾ ഈ ഐഡിയാസ് പാസ് ചെയ്യാനുള്ളൊരു കഴിവാണ് പ്രസ്സിൻ്റെ ഒരു മികവായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഗുഡൻബർഗ്സ് ബ്രെയിൻ child broke the monopoly that clerics had on scripture, and later stirred by pamphlets and from a version of that same press, the American colonies rose up against the king and gave birth to a nation. So, a question in the summer of this 10th anniversary of the iPhone: has the device that is perhaps the most revolutionary of all time given us a single magnificent idea? ഇങ്ങനെ ആശയങ്ങളുടെ ഒരു പ്രചാരണത്തിന് പ്രിൻറ്റിംഗ് പ്രസ് സഹായിച്ചു. അത്തരത്തിൽ എന്നുള്ളതാണ് ഇവിടെ വലിയൊരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. It again relates to a question we have. Nearly every advancement of the written word to new technology has also advanced humankind. Sure, you can say the iPhone changed everything by putting the world's recorded knowledge in the palm of a hand, revolutionized work, dining, travel and socializing. ഇത് ഐഫോണിൻ്റെ ഒരു മികവിനെ പറ്റിയാണ്, ഐഫോണിൻ്റെ ഒരു മെച്ചത്തിനെ പറ്റി ഒരു ടു ദ പോക്കറ്റ്. ആൻഡ് വൺ മോർ causality of Apple selling more than 1 billion phones in a decade's time. Daydreaming has become a lost art. ഇതും ഐഫോണിൻ്റെ ഒരു കുഴപ്പമാണ്. ഈ ഒരു പാസേജിൽ പറയുന്നത് ഡീമെറിറ്റ്സിനെ പറ്റിയാണ്. And for all the time, I am still waiting to see if iPhone can do what the printing press did for religion and democracy. And do what it did for the religion and democracy. The Geneva Museum makes a strong case that the printing press opened more minds than anything else. ഇങ്ങനെ പ്രിൻറ്റിംഗ് പ്രസ് ചെയ്തത് ഇറ്റ് ഓപ്പൺ മോർ മൈൻഡ്സ് ദാൻ എനിത്തിങ് എൽസ്. കുഡ് ദിസ് ബി പോസിബിൾ ബൈ ഐഫോൺ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സംശയം. ഇറ്റ്സ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് ദ ഫ്രഞ്ച് അമേരിക്കൻ റെവല്യൂഷൻസ് വിത്ത് ദീസ് എൻലൈറ്റൻഡ് വോയിസസ് ഓഫ് പ്രിൻറ്റ്. ഇങ്ങനെ പ്രിൻറ്റിലൂടെ ഉണ്ടായ എൻലൈറ്റൻഡ് വോയിസസ് പോലെ അത്തരത്തിൽ വലിയൊരു റെവല്യൂഷണറി മാറ്റത്തിലേക്ക് പുതിയൊരു ആശയങ്ങളുടെ പ്രചാരണത്തിന് ഐഫോൺ കാരണമാകുമോ? Not long after Steve Jobs introduced, അപ്പോൾ സ്റ്റീവ് ജോബ്സ് ഇൻട്രൊഡ്യൂസ്ഡ്, ഇത് നമ്മൾ കണ്ടതാണ്. സ്റ്റീവ് ജോബ്സ് ഐഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഡിക്ഷൻ എന്തായിരുന്നു? ഹി സെഡ് ദ ബൗണ്ട് ബുക്ക് വാസ് പ്രോബബ്ലി ഹെഡഡ് ഫോർ ഹിസ്റ്ററീസ് ആറ്റിക്, നോട്ട് സോ ഫാസ്റ്റ്. അപ്പോൾ ബുക്ക് എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ളതായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ പ്രിഡിക്ഷൻ. ആഫ്റ്റർ പീരിയഡ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത് ഇൻ ഇ ബുക്സ്, സംതിങ് ക്ലോസർ ടു മീഡിയം ഫോർ ചോസസ് വോളിയൂംസ് has made a great comeback. അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്നത്. ഇ ബുക്സ് വന്നതിന് ശേഷവും ചോസൻ്റെ വോളിയൂംസ് പിന്നീട് വീണ്ടും ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ദ ഹോപ്പ് ഓഫ് അല്ലെങ്കിൽ ഐഫോൺ കുഡ് പ്രൂവ് സക്സസ്ഫുൾ ഇൻ ഫ്രീയിങ് പീപ്പിൾ ഫ്രം ദി ക്ലോസ്ഡ് സൊസൈറ്റീസ് ആസ് ദ പ്രിൻറ്റിംഗ് പ്രസ് വുഡ് ഹാവ് ഡൺ. പ്രിൻറ്റിംഗ് പ്രസ് ഒരുപക്ഷെ ചെയ്തിരിക്കുമായ സക്സസ്ഫുൾ പ്രോഡക്ട്സ് ഇൻ ഹിസ്റ്ററി ആസ് ആപ്പിൾ സിഇഒ ടീം കുക്ക് സെഡ്. ബട്ട് ഐ ആം നോട്ട് ഷുവർ. ഇത് ഓതറിൻ്റെ കൺക്ലൂഷനാണ്. ഐ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓതറാണ്. ഐ എം നോട്ട് ഷുവർ ഇഫ് ദ വേൾഡ് ചേഞ്ച്ഡ് ഫോർ ബെറ്റർ വിത്ത് ഐഫോൺ ആസ് ഇറ്റ് ഡിഡ് വിത്ത് പ്രിൻറ്റിംഗ് പ്രസ് ഓർ മിയർലി ചേഞ്ച്ഡ്. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഓതർ അവസാനിപ്പിക്കുന്നത്. അതായത് പ്രിൻറ്റിംഗ് പ്രസ് ലോകത്തെ മാറ്റിയതുപോലെ ഐഫോൺ മാറ്റുമെന്നോ മാറ്റിയിട്ടുണ്ടോ എന്നോ നമുക്ക് കരുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് ഓതർ അവസാനിപ്പിക്കുന്നത്. സോ ദിസ് ഇസ് ദ കൺക്ലൂഷൻ ഓഫ് ദി പാസേജ് ആൻഡ് ദാറ്റ് വാസ് വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ്. Now we'll go back to the question. നമ്മൾ ചോദ്യങ്ങളുടെ എല്ലാം തന്നെ ഉത്തരങ്ങൾ നമ്മൾ ഓൾറെഡി പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. The printing press has been likened to internet for which one of the following reason? പ്രിൻറ്റിംഗ് പ്രസ്സും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഒരു ബന്ധം ഏത് രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം, ഇറ്റ് എനേബിൾഡ് റാപ്പിഡ് ആക്സസ് ടു ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് ന്യൂ ഐഡിയാസ്. പെട്ടെന്ന് ഐഡിയാസ് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് കിട്ടി എന്നുള്ളതാണ് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്, വിച്ച് ഇസ് അഗെയിൻ എ ബെനിഫിറ്റ് ഓഫ് ദി ഇൻ്റർനെറ്റ്. It represented a new and revolutionary technology compared to the past അല്ല. It encouraged reading among people. ഒരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. It gave people access to pamphlet. ഒരിക്കലും ഇൻ്റർനെറ്റുമായിട്ടുള്ള ഒരു സാമ്യം പാംഫ്ലെറ്റുകളിലേക്ക് ആക്സസ് കിട്ടി എന്നുള്ളതല്ല. പ്രിൻറ്റിംഗ് പ്രസ്സും ഇൻ്റർനെറ്റും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആക്സസ് ടു ന്യൂ ഇൻഫർമേഷൻ എന്നുള്ളത് തന്നെയാണ്. സോ ആൻസർ ഇസ് എ. നമുക്ക് എ ആണ് എന്ന് കിട്ടി. Now, according to the passage, the invention of the printing press did all of the following except. എക്സെപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന മറ്റ് ഓപ്ഷൻസ് എല്ലാം തന്നെ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ ഇൻവെൻഷൻ സഹായിച്ച അല്ലെങ്കിൽ അത് കാരണം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രൊമോട്ടഡ് ദ സ്പ്രെഡ് ഓഫ് എൻലൈറ്റൻഡ് പൊളിറ്റിക്കൽ വ്യൂസ് അക്രോസ് എ കൺട്രി. നമ്മൾ കണ്ടിരുന്നു, അതുകൊണ്ടാണ് റെവല്യൂഷൻസ് പോലും ഉണ്ടായതെന്നാണ് പറയുന്നത്. സ്പ്രെഡ് ഓഫ് എൻലൈറ്റൻഡ് പൊളിറ്റിക്കൽ വ്യൂ ശരിയാണ്. ഗിവ് പീപ്പിൾ ഡയറക്റ്റ് ആക്സസ് ടു ഓതൻറ്റിക് മെഡിക്കൽ ഇൻഫർമേഷൻ. ഈ മെഡിക്കൽ ഇൻഫർമേഷൻ്റെ കാര്യവും നമ്മളവിടെ കാണുന്നതാണ്. ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ്, ഇത് രണ്ടും നമ്മൾ പാസേജിൽ കണ്ടിരുന്നു. സോ ദിസ് ഈസ് ആൻ ഇംപ്ലിക്കേഷൻ. അല്ലെങ്കിൽ ദിസ് വാസ് ഡൺ ബൈ ദി പ്രിൻറ്റിംഗ് പ്രസ്. ഷോർട്ടൻ ദ ടൈം ടേക്കൺ ടു പ്രൊഡ്യൂസ് ബുക്സ്. അത് നമ്മൾ കാണുന്നുണ്ട്. പ്രസ്സിന് ഒരു ദിവസം 3000-ഓളം പേപ്പറുകൾ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു, പാംഫ്ലെറ്റുകൾ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതിനെടുത്തിരുന്ന സമയം അത് ഷോർട്ടൻ ചെയ്തു.
എനേബിൾ പീപ്പിൾ ടു പെർഫോം വേരിയസ് ടാസ്ക്സ് സൈമൾട്ടേനിയസ്ലി. ഒരിക്കലും പ്രിൻറ്റിംഗ് പ്രസ് വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാമെന്ന് പറയുന്നില്ല. ദിസ് ഈസ് ആൻ എക്സെപ്ഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സെപ്ഷനാണ്. സോ ഡി ഈസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. നമുക്ക് വേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. The third question, Steve Jobs predicted which one of the following with the introduction of the iPhone. ഐഫോണിൻ്റെ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റീവ് ജോബ്സ് പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പുസ്തകങ്ങൾ ഹിസ്റ്ററിയുടെ അറ്റിക്കിലേക്ക് പോകും, ഹിസ്റ്ററിയുടെ ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് മറയാൻ പോകുന്നു എന്നുള്ളതാണ്. പീപ്പിൾ വുഡ് സ്വിച്ച് ഫ്രം റീഡിങ് ഓൺ ഇൻ്റർനെറ്റ് ടു റീഡിങ് ഓൺ ദ ഫോൺസ്. ഇൻ്റർനെറ്റിൽ നിന്ന് ഐഫോൺസിലേക്ക് മാറും എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എക്സാക്ട്ലി എന്തായിരുന്നു? പീപ്പിൾ വുഡ് ലൂസ് ഇൻട്രസ്റ്റ് ഇൻ ഹിസ്റ്റോറിക്കൽ ആൻഡ് ട്രഡീഷണൽ ക്ലാസിക്സ്. ഹിസ്റ്റോറിക്കൽ ക്ലാസിക്സിലുള്ള ഇൻട്രസ്റ്റ് പോകുമെന്നല്ല. റീഡിങ് പ്രിൻറ്റഡ് ബുക്സ് വിൽ ബിക്കം എ തിങ് ഓഫ് ദി പാസ്റ്റ്. അതാണ് പറഞ്ഞത്. വായന അവസാനിക്കുമെന്നല്ല, പ്രിൻറ്റഡ് ബുക്കുകളുടെ വായന അതൊരു പാസ്റ്റിലെ കാര്യമായിട്ട് മാറും എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പ്രൊഡക്ഷൻ ഓഫ് ഇ ബുക്സ് വുഡ് ഇവൻച്വലി ഫാൾ എന്നൊരിക്കലും അദ്ദേഹം പ്രിഡിക്റ്റ് ചെയ്യില്ല. നേരെ തിരിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രിൻറ്റിംഗ് ബുക്സ് ചരിത്രമായിട്ട് മാറും. ഇറ്റ് വിൽ ബിക്കം എ തിങ് ഓഫ് ദി പാസ്റ്റ്. നമ്മൾ നേരത്തെ വായിച്ചു പോയപ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തൊരു കാര്യമാണ്, പാസേജ് നമ്മൾ കൃത്യമായിട്ട് കണ്ട കാര്യമാണ്. എന്ത്? റീഡിങ് ബുക്സ് വിൽ ബിക്കം എ തിങ് ഓഫ് ദി പാസ്റ്റ് എന്നുള്ളത്. സോ ആർ ആൻസർ ഇസ് ഡെഫിനറ്റ്ലി സി. Another question, I'm still waiting to see if the iPhone can do what the printing press did for religion and democracy. Religion and democracyക്ക് വേണ്ടിയിട്ട് പ്രിൻറ്റിംഗ് പ്രസ് ചെയ്ത് എന്താണ്? അത് ഈ പറയുന്ന ഐഫോൺ ചെയ്യുമോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നു. ഈ ഹാഡ് എ ഡൗട്ട്. അതെന്തിനെ സംബന്ധിച്ചായിരുന്നു? ഈ ഫ്രീ സ്പീച്ച് ക്ലോസ്ഡ് സൊസൈറ്റീസിന് പോലും ആളുകൾക്ക് സപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രീ സ്പീച്ച് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു. ഇത് എന്ത് അൺസർട്ടനിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുന്നത് എന്നുള്ളതാണ്. ദ റൈസ് ഓഫ് റിലീജിയസ് ഗ്രൂപ്പ്സ് അല്ല, റിലീജിയസ് ഗ്രൂപ്പ്സിൻ്റെ വളർച്ചയെ പറ്റി ഇവിടെ പറയുന്നില്ല. എക്സ്പാൻഷൻ ഇൻ ട്രോളിംഗ് ആൻഡ് നാർസിസം, അത് ഇൻ്റർനെറ്റിനെ പറ്റിയാണ് പറയുന്നത്. പ്രിൻറ്റിംഗ് പ്രസ് ചെയ്തു, പക്ഷെ അത് ഐഫോൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ കണ്ടിന്യൂഡ് സപ്രഷൻ ഓഫ് ഫ്രീ സ്പീച്ച് ഇൻ ക്ലോസ് സൊസൈറ്റീസ്. ഇതിന് മാറ്റം വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അൺസർട്ടനിറ്റി അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഇഫ് ഐഫോൺ കുഡ് റിയലി ഡു വാട്ട് ദ പ്രിൻറ്റിംഗ് പ്രസ് ഡിഡ്. കാരണം പ്രിൻറ്റിംഗ് പ്രസ് കുഡ് റെവല്യൂഷനൈസ് ദി വേൾഡ്. ഇറ്റ് കുഡ് സ്പ്രെഡ് ന്യൂ ഐഡിയാസ്. ഇറ്റ് കുഡ് ഗിവ് വോയിസ് ടു ദി സപ്രസ്ഡ്. അതുകൊണ്ടാണ് അമേരിക്കൻ റെവല്യൂഷൻ വരെ ഉണ്ടാകുന്നത്, പുതിയൊരു ഭരണകൂടം പോലും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് സംഭവിക്കുമെന്നുള്ളതാണ്. ക്ലോസ്ഡ് സൊസൈറ്റീസിൽ ഫ്രീ സ്പീച്ച് ഇപ്പോഴും സപ്രൈസ് ചെയ്യപ്പെടുന്നു. ഇറ്റ് കണ്ടിന്യൂസ് ടു ബി സപ്രസ്ഡ്. അതുകൊണ്ടാണ് എന്ത് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകുന്നത്. ഡിക്ലൈൻ ഇൻ റീഡിങ് ഹാബിറ്റ്സ് അമംഗ് ദോസ് ഹു യൂസ് ദി ഡിവൈസ്. അതൊരിക്കലും അദ്ദേഹം പേടിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാകുന്നില്ല. ഈ പ്രിൻറ്റിംഗ് പ്രസ് ഡെഡ് ഫോർ റിലീജിയൻ ആൻഡ് ഡെമോക്രസി. റിലീജിയനും ഡെമോക്രസിക്കും പ്രിൻറ്റിംഗ് പ്രസ് കൊടുത്ത ഒരു സംഭാവന എന്തായിരുന്നു? ഇറ്റ് കുഡ് വോയിസ് ഓർ ഇറ്റ് കുഡ് ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ സ്പീച്ച് ഇൻ ദി ക്ലോസ്ഡ് കമ്മ്യൂണിറ്റീസ്, ക്ലോസ്ഡ് സൊസൈറ്റീസ്. Our answer is definitely 4. Now finally we have another question. The main conclusion of the passage is that the new technology has. ഈ പാസേജിൻ്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സം അഡ്വാൻറ്റേജസ് ബട്ട് ദീസ് ആർ ഔട്ട്വെയ്ഡ് ബൈ ഇറ്റ്സ് ഡിസഡ്വാൻറ്റേജസ്. ഔട്ട്വെയ്ഡ് എന്ന് പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ് കൂടുതൽ എന്നുള്ളതാണ്. അത് ഹൈലൈറ്റ് ചെയ്യുകയല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. കാരണം ന്യൂ ടെക്നോളജി has advantages which are outweighed by disadvantages എന്ന് പറയുന്നില്ല. കാരണം ഹി കീപ്സ് എ ബാലൻസ്. അതിൻ്റെ അഡ്വാൻറ്റേജുകളെയും ഡിസഡ്വാൻറ്റേജുകളെയും ഒരുപോലെ അദ്ദേഹം പറയുന്നു. പക്ഷേ പ്രിൻറ്റിംഗ് പ്രസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രിൻറ്റിംഗ് പ്രസ്സിനുള്ള ഒരു പകരക്കാരനാവാൻ ഇതിന് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻ്റ് ആകാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. So far not proved as successful as the printing press in opening people's mind. This is what the author intends. ആളുകളുടെ മനസ്സുകളെ ലിബറേറ്റ് ചെയ്യുന്നതിൽ, ഓപ്പൺ ചെയ്യുന്നതിൽ പ്രിൻറ്റിംഗ് പ്രസ്സിനോളം ഒരിക്കലും സക്സസ്ഫുൾ ആണ് ഈ പറയുന്ന ന്യൂ ടെക്നോളജി എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ദിസ് വാസ് ദ പോയിന്റ് ദാറ്റ് ഹാസ് ബീൻ ഹൈലൈറ്റഡ് ബൈ ദി ഓതർ. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന കോട്ടഡ് ലൈനിൽ നിങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു ആശയമാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് ഒക്കെ ബീൻ ഡിസപ്പോയിൻറ്റിംഗ് ബിക്കോസ് ഇറ്റ് ഹാസ് ചേഞ്ച് സൊസൈറ്റി ടു റാപ്പിഡ്ലി. അത് സൊസൈറ്റീനെ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തിയെന്നോ അല്ലെങ്കിൽ ആ മാറ്റം വരുത്തിയത് ഡിസപ്പോയിൻറ്റിംഗ് ആണെന്നോ അദ്ദേഹം പറയുന്നില്ല. ബീൻ മോർ വേസ്റ്റ്ഫുൾ ദാൻ ദ പ്രിൻറ്റിംഗ് പ്രസ് ബിക്കോസ് പീപ്പിൾ സ്പെൻഡ് മോർ ടൈം ഡേ ഡ്രീമിംഗ് ഓർ സർഫിംഗ്. ഡേ ഡ്രീമിംഗ് ചെയ്യുന്നില്ല. വി ഹാവ് ലോസ്റ്റ് ദി ആർട്ട് ഓഫ് ഡേ ഡ്രീമിംഗ് എന്നാണ് പാസേജിൽ പറഞ്ഞിരിക്കുന്നത്. ലോസ്റ്റ് ദി ആർട്ട് ഓഫ് ഡേ ഡ്രീമിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഒരിക്കലും നമുക്കിവിടെ
ഡേ ഡ്രീമിങ്ങിൽ സമയം കളയുന്നു എന്ന് പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ ഡേ ഡ്രീമിങ് ചെയ്യാത്തതിനെ സംബന്ധിച്ച് ഓഥറിന് വിഷമമാണുള്ളത്. അദ്ദേഹം റിഗ്രറ്റ്ഫുള്ളി ആണ് അതിനെപ്പറ്റി പറയുന്നത്. ലോസ്റ്റ് ദി ആർട്ട് ഓഫ് എന്നാണ് പറയുന്നത്. ഡേ ഡ്രീമിങ് ഒരു ആർട്ടാണെന്നും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സങ്കടമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതിൽ ഈ പറയുന്ന പാസേജിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പ്രിൻറ്റിംഗ് പ്രസ്സോളം ഈ ആളുകളെ ലിബറേറ്റ് ചെയ്യുന്നതിൽ, ഓപ്പണിംഗ് പീപ്പിൾസ് മൈൻഡ്, ആ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ പുതിയ ടെക്നോളജീസ്, പർട്ടിക്കുലർലി ഐഫോണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുതിയ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളോ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ബി എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. സോ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. ഈ രീതിയിൽ അപ്പം ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു ഐഡൻറ്റിഫൈ ഫ്രം ദി ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കണ്ടിട്ട് വന്നതാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി പാസേജിൽ പോയി നമ്മൾ കണ്ടുവെച്ച പോർഷൻ ഒരിക്കൽ കൂടി റീഡ് ചെയ്തിട്ട് ഉറപ്പുവരുത്താം. ഐ വുഡ് സജസ്റ്റ് ദാറ്റ് ബിഫോർ യു ഗോ ടു അറ്റംപ്റ്റ് ദി ക്വസ്റ്റ്യൻസ് ഇൻ ദി എക്സാം. പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മയിൽ നിന്ന് എടുത്തെടുത്തരുത്. ഒരിക്കൽ കൂടി ഒന്ന് പാസേജിലേക്ക് തിരികെ പോയി അത് കണ്ട് വീണ്ടും ഉറപ്പുവരുത്തിയതിന് ശേഷം you choose your answer, you finalize your answer before you click the answer. അവസാനം ഓപ്ഷൻ നിങ്ങൾ ലോക്ക് ചെയ്യുന്നതിന് മുൻപ്, ക്ലിക്ക് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ പാസേജിൽ ഒരിക്കൽ കൂടി അത് കണ്ട് ഉറപ്പ് വരുത്തുക. സോ സെക്കൻഡ് ടൈം വെൻ യു റീവിസിറ്റ് ദ പാസേജ് ഇറ്റ് ഈസ് വെരി മച്ച് ഈസിയർ ഫോർ യു. കാരണം നിങ്ങൾ ഓൾറെഡി പാസേജിൽ ഈ പോയിന്റ് കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിൽ നിന്ന് ഓപ്ഷനും കണ്ടിട്ടാണ് തിരിച്ചു ചെല്ലുന്നത്. ഒരു തവണ കൂടി കണ്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. സോ നമ്മൾ ഒരു തവണ മാത്രമേ പാസേജ് വായിക്കുന്നുള്ളൂ, അത് മുഴുവനായിട്ടും വായിക്കണം. ആ വായന ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം എന്താണ് പാസേജിൽ നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത് ചോദ്യങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്തിയതിന് ശേഷം പാസേജിലേക്ക് പോവുക. I hope this seems to be helpful for you. ഈ ഒരു മെത്തേഡ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം ഒരുപാട് ആളുകൾ, പല ആസ്പിറൻസും ക്ലിയർ ചെയ്തിട്ടുള്ളവർ, അപ്ലൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ വളരെ സക്സസ്ഫുൾ ആണ് എന്ന് കണ്ടെത്തിയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറഞ്ഞ റിവേഴ്സ് റീഡിംഗ് മെത്തേഡ്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി അപ്ലൈ ദിസ്. നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ ചെയ്യുക. Okay, so that's all about it. I would like to remind you about the CAT Gold batch.